സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രം 2024 മുതൽ 2025 വരെയുള്ള അതിൻ്റെ ഗുണവിശേഷങ്ങളാകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നക്ഷത്രമാണല്ലോ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തെ പറ്റിയാണ് കൂടുതൽ പറയാൻ പോകുന്നത്. മീനക്കൂറിലാണ് രേവതി നക്ഷത്രത്തെ നാം അറിയുന്നത്. മീനക്കൂറ് വേടന്റെ രാശി ആകുന്നു. ഇതിൻ്റെ ദശാനാഥൻ ബുധനുമാകുന്നു. അങ്ങനെ വേഴബന്ധവും ബുധന്റെ ആധിക്യവും ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതലായി അനുഭവപ്പെടുന്നു. ഇപ്പോൾ അവർക്ക് മീനക്കൂറിൽ സർപ്പൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, 7 വേഴം സ്ഥിതി ചെയ്യുന്നുണ്ട്. മെയ് 1 മുതൽ ഈ ഗ്രഹങ്ങൾ പുതിയ ഗ്രഹമായ വ്യാഴൻ ഇപ്പോൾ 2-ൽ നിൽക്കുന്നു, ഇനി 3-ലേക്ക് വരുന്നു. അങ്ങനെ 3-ൽ നിന്ന് 7-ാം ഇടത്ത് നോക്കുകയും ചെയ്യുന്നു. ശനി 12-ൽ സ്ഥിതി ചെയ്യുന്നു. പൊതുവെ ജന്മശനിയുടെ കാലം ആകുന്നു. എങ്കിലും ഇവർക്ക് ദൈവാധീനത്തിനും അല്പം മങ്ങലുകളുണ്ട്. 7-ാമിടത്ത് വ്യാഴന്റെ സ്ഥിതി ഇവർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. പൊതുവെ ഇവർ വിദ്യാസമ്പന്നരും പ്രശസ്തരായ എഴുത്തുകാരും ഭരണചക്രവർത്തികളും ആയിരുന്നതായി നമുക്ക് അറിയാം. പേരുകൾ നമ്മൾ പറഞ്ഞില്ലെങ്കിലും വളരെ ഇന്ത്യ ലോകം മുഴുക്കെ അറിയുന്ന പല ആൾക്കാരുടെയും നക്ഷത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവർ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ഗ്രന്ഥരചന കീർത്തിയുള്ളവർ, അവരുടെ ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ രചന കൊണ്ട് ലോകത്തിന് സയൻസ് പരമായും സാഹിത്യപരമായും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർ പൊതുവെ സത്യസന്ധരും സാഹിത്യകാരന്മാരും കുടുംബസ്നേഹികളും കുടുംബത്തെ വളരെ സ്നേഹിക്കുന്നവരും, പ്രത്യേകിച്ച് മാതാവിനെ സ്നേഹിക്കുന്നവരും, ബന്ധുജനങ്ങളെ സ്നേഹിക്കുന്നവരും, സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ നല്ല നല്ല കാര്യങ്ങൾ നടത്തുന്നവരുമാകുന്നു. 2024 മെയ് 1 മുതൽ ഇവർക്ക് സമയം വ്യാഴന്റെ സ്ഥിതി മൂലം അല്പം മോശമായി കാണപ്പെടുന്നു. എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലം അനുകൂലവും പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവർക്ക് പുതിയ തൊഴിലുകളിൽ പ്രവേശിക്കാനും വിദേശവാസം അനുഭവിക്കാനുമുള്ള യോഗങ്ങൾ കാണപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകുവാൻ നല്ല അവസരമാണ്. അവിടെ ചെന്ന് അവർക്ക് പഠനവും ഒപ്പം തൊഴിൽ ചെയ്യുവാനുള്ള യോഗവും അനുഭവപ്പെടും. അതുപോലെ തന്നെ ഗ്രഹനാഥന്മാർക്ക് ഗ്രഹം നന്നാക്കാനും ഗ്രഹത്തിന് വേണ്ടി സാമ്പത്തികമായ ചില പ്രവർത്തനങ്ങളിലൂടെയോ സർക്കാരിൻ്റെ ആനുകൂല്യത്തോടു കൂടിയോ ഗവൺമെന്റിന്റെ സേവനത്തിൽ നിന്ന് ലഭിച്ച പണത്താലോ ഗ്രഹം നന്നാക്കാനോ മോടി പിടിപ്പിക്കാനോ ഉള്ള അവസരവും വന്നു ചേരുന്നു. പൊതുവെ കുടുംബസ്നേഹികളായ ഇവർ കുടുംബത്തിന് വേണ്ടി വളരെ പ്രത്യേകമായ പ്രയത്നങ്ങൾ ചെയ്യുകയും ചെയ്യും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല കാലഘട്ടമാകുന്നു. കാരണം അവർക്ക് 1-ൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരുന്നു. ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനങ്ങൾ മാറി അല്ലെങ്കിൽ സെക്ഷൻ മാറി ജോലി ചെയ്യേണ്ടി വരും. പ്രൊമോഷനായി സ്വീകരിക്കുന്നവർക്ക് ആഗസ്റ്റ് സെപ്റ്റംബറിന് ശേഷം പ്രൊമോഷനും ലഭിക്കുന്നതാകുന്നു. ജനങ്ങളുടെ പിന്തുണ ഇവർക്ക് പൂർണ്ണമായി ലഭിക്കും. എങ്കിലും നമ്മൾ ജന്മശനി ഉള്ളതുകൊണ്ട്
വാക്കുകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നല്ലത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അത് ഹിതമായി ഭവിക്കുകയില്ല. ആയതിനാൽ വാക്ക്, നാക്ക്, പ്രവൃത്തി ഇവകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. നമുക്ക് ശനിബന്ധമുണ്ട് എന്നുള്ള ഒരു ബോധം ഇവർ ഇപ്പോൾ കാണിക്കണം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ കാലങ്ങളിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും സാമ്പത്തികമായ വളരെ നേട്ടങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗഭാഗ്യം കാണപ്പെടുന്നു. വ്യാഴന്റെ 7ലെ ദൃഷ്ടി ഇവരെ അനുകൂലമായ അവസ്ഥകളിൽ ചെന്നെത്തിക്കും. പൊതുവെ സന്താനങ്ങൾക്ക് വേണ്ടി ഇവർ പ്രയത്നിക്കുകയും സന്താനങ്ങളെ പഠിപ്പിക്കുന്നതിലും അവർക്ക് മറ്റ് തൊഴിലുകൾ നൽകാൻ വേണ്ടി ആലോചനകൾ നടത്തുന്നതും ഇവരുടെ പ്രത്യേകതകൾ ആകുന്നു. ഈ കാലഘട്ടത്തിൽ ഗ്രഹനാഥന്റെ എല്ലാ ചുമതലകളും ഇവർ എടുക്കേണ്ടി വരും. ഇവർക്ക് മുടങ്ങിയ ചില വിവാഹബന്ധങ്ങൾ വീണ്ടും വന്നു ചേരാം. യുവാക്കൾക്ക് ജോലി കിട്ടുവാനുള്ള അവസരമാകുന്നു. ചിലപ്പോൾ പല കാരണങ്ങളാൽ മുടങ്ങിയ തൊഴിലുകൾ ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വന്നു ചേരും. സർപ്പന്റെയും ശനിയുടെയും സ്ഥിതികൾ ഇവർക്ക് വലിയ ദോഷമില്ല. എന്നാൽ വ്യാഴന്റെ സ്ഥിതി അല്പം ആദ്യകാലങ്ങളിൽ അല്പം അരിഷ്ടത ഉണ്ടാക്കുമെങ്കിലും പിന്നീട് 7ലേക്ക് നോക്കുന്നത് കൊണ്ട് ഇവർക്ക് സുഖ ദുഃഖമായ പല കർമ്മങ്ങളും നന്നായി തന്നെ തീരും. ഇവർ പൊതുവെ കച്ചവടം പ്രിയന്മാരും കലാകാരന്മാരും സ്പോർട്സ്, ഡാൻസ്, നൃത്തം എന്നിവയിൽ അതീവ ശ്രേഷ്ഠന്മാരും ആണല്ലോ. ഇവർക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും അതിൽ തീസിസ് മുതലായ കാര്യങ്ങൾ നടത്തുന്നതിനും ഈ കാലഘട്ടം വളരെ ഉത്തമമാകുന്നു. സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് പണം കൂടുതൽ മുടക്കേണ്ടതില്ല. എങ്കിലും ആ തൊഴിലിനെ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. പഴയ ഭൂമി കുടുംബത്തിൽ നിന്നോ മറ്റ് ആർക്കാരിൽ നിന്നോ ലഭിക്കുവാനുള്ള യോഗവും ഉണ്ട്. ഇരുമ്പ്, പാറ തുടങ്ങിയ തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഇവർ തൽക്കാലം ചേരുന്നത് വളരെ ഉത്തമമായിരിക്കും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഡോക്ടർ, എഞ്ചിനീയർ, നിയമജ്ഞർ, അതുപോലെ പൊതുജന സേവനം നടത്തുന്ന ഇവർക്കെല്ലാം കാലം അനുകൂലമാണ്. നിസാര കാര്യങ്ങൾക്ക് ശത്രുക്കളും ഇടവിട്ട് വന്നു ചേരും. എങ്കിലും താഴ്മയായി ഇവരുടെ പെരുമാറ്റം കൊണ്ട് അവ പരിഹരിച്ച് മാറിപ്പോവുകയും ചെയ്യും. പൊതുവെ ശനി 12ൽ നിൽക്കുന്നത് കൊണ്ട് കാൽപാദ വേദന, തഴമ്പ്, കാലിൽ നിസാര കുരുക്കൾ, വാദം, കാലിന് മുകളിലും മുട്ടിലുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കാണപ്പെടുന്നു. ഇവർ പൊതുവെ ഭക്തരും ദയാനിധികളും ആയതുകൊണ്ട് സർവേശ്വരകാരകനായ വ്യാഴൻ ഇവരെ പ്രസാദിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുവേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ ഇവർ വ്യാഹൃതരായി തൽപരരായി എപ്പോഴും വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ശനീശ്വരനായ സാസാവിനെ പൂജിക്കുന്നതും നന്നായിരിക്കും. വിഷ്ണുവിന് പാൽപായസമോ ഭാഗ്യസൂത്ര അർച്ചനയോ തുടങ്ങിയ മറ്റ് പൂജകൾ മാസം തോറും നടത്തുന്നതും ഇവർക്ക് ഉത്തമമാകുന്നു. വ്യാഴൻ ഇവർക്ക് ദൈവാനുഗ്രഹത്താൽ പ്രസാദിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം രാഹുകേതുക്കളുടെ അവസ്ഥയ്ക്കും നല്ല കുടുംബജീവിത പുഷ്ടിക്കും വേണ്ടി സർപ്പദേവതകളെ പൂജിക്കുകയും കുടുംബപരമായി സർപ്പമുള്ളവർക്ക്
കുടുംബ ക്ഷേത്രത്തിൽ പോയി സർപ്പങ്ങളെ പൂജിച്ച് സർപ്പ ബലം വരുത്തുകയും വേണം. ഇവർ പൊതുവെ വിദ്യാർത്ഥികൾക്ക് 23, 24 ഉദ്യോഗയോഗവും പഠന പൂർത്തീകരണവും 25, 26, 27 ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാകുന്നു. 29, 30, 35, 36 ഈ കാലങ്ങളിൽ നല്ല സന്താന യോഗവും ഗ്രഹയോഗവും കുടുംബജീവിത പുഷ്ടിയും പിതാവിനും മാതാവിനും കുടുംബത്തിനും അഭിവൃദ്ധികൾ ഇവരാൽ നൽകപ്പെടും. 40 വയസ്സിന് ശേഷമുള്ളവർക്കും വളരെ അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. സന്താനങ്ങളിൽ നിന്ന് അവർക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ 50, 55, 65, 70 ഈ പ്രായത്തിലുള്ളവർക്കും പൊതുവെ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം മാറി ലഭിക്കും. ജലദോഷം താൽക്കാലികമായി ഇവരെ പിന്തുടരുകയും ചെയ്യും. ഇവർ അതുപോലെ ശിവക്ഷേത്ര ഭജനവും ഇടവിട്ട് നടത്തിയാൽ സർവേശ്വരകാരകനായ വ്യാഴവും മഹാദേവനും സർപ്പരാജാവും ഇവരെ തുണയ്ക്കും. ഇവർക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്തേ. ഞാൻ മലയൻകീഴ് പുരുഷോത്തമൻ.